വിജയ് സേതുപതി, യാഷ് കമൽഹാസൻ, ഇന്ത്യയിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന വില്ലൻ. 150 കോടി കൊടുക്കുവാൻ നിർമ്മാതാക്കൾ തയ്യാർ. ഈ നടനെ നിങ്ങൾക്കറിയാം. ഇമേജ് നഷ്ടപ്പെടുമെന്ന പേടിയില്ലാതെ വില്ലൻ വേഷങ്ങൾ ചെയ്യാൻ തയ്യാറുള്ള ഒരു കൂട്ടം നടന്മാരുണ്ട് നമുക്ക് മുന്നിൽ. മലയാളത്തിൽ നിന്നും മമ്മൂട്ടിയും ഫഹദ് ഫാസിലുമൊക്കെ ആ ധൈര്യം കാണിക്കാറുണ്ട്. അന്യഭാഷകളിലും അത്തരം ധൈര്യം കാണിക്കുന്ന താരങ്ങൾ വില്ലൻ വേഷത്തിലെത്തി തിളങ്ങാറുണ്ട്. പറഞ്ഞു വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന വില്ലനെ കുറിച്ചാണ്. നിതീഷ് തിവാരിയുടെ രാമായണം വരാനിരിക്കുന്നു. രൺബീർ കപൂർ നായകനായി എത്തുമ്പോൾ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് KGF നടൻ യാഷ് ആണെന്നാണ് റിപ്പോർട്ടുകൾ. റെക്കോർഡ് പ്രതിഫലമാണ് നിർമ്മാതാക്കൾ നടനായി ഓഫർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വില്ലൻ വേഷം ചെയ്യാനായി ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് വിജയ് സേതുപതിയാണ്. ജവാനിൽ വില്ലനാകാൻ 25 കോടി രൂപയാണ് താരം വാങ്ങിയത്. കൽക്കിയിലെ വില്ലൻ വേഷത്തിന് കമൽഹാസന് 25 മുതൽ 30 കോടി വരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിജയ് സേതുപതിക്ക് ലഭിക്കുന്നതിന്റെ 5 മടങ്ങ് കൂടുതൽ പ്രതിഫലമാണ് യാഷിന് ലഭിക്കുന്നത്. ആദ്യമായിട്ടാണ് നടൻ ഒരു ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കുന്നത്. 150 കോടി രൂപ നടന് നൽകാൻ നിർമ്മാതാക്കൾ തയ്യാറാണ്. സഞ്ജയ് ദത്ത്, കമൽഹാസൻ, വിജയ് സേതുപതി, ഇമ്രാൻ ഹാഷ്മി, സെയ്ഫ് അലി ഖാൻ എന്നിവരുടെ പ്രതിഫലങ്ങളെ പിന്നിലാക്കിയാണ് യാഷ് മുന്നിൽ എത്തിയിരിക്കുന്നത്.